ಕೊಡಗಿನ ಇತಿಹಾಸ ಪ್ರಸಿದ್ಧ ನಾಪೋಕ್ಲು ಬಳಿಯ ಎಮ್ಮೆಮಾಡು ದರ್ಗಾದಲ್ಲಿ ಅಂತ್ಯ ವಿಶ್ರಾಂತಿ ಪಡೆಯುತ್ತಿರುವ ಸೂಫಿ ಶಹೀದ್ ವಲಿಯುಲ್ಲಾಹಿ ಸೈಯದ್ ಹಸನ್ ಸಕಾಫಿ ಹಳ್ಳಮಿ ಹಾಗೂ ಇತರ ಮಹಾನುಭಾವರ ಉರುಸ್ ಸಮಾರಂಭಕ್ಕೆ ಶುಕ್ರವಾರ ಗಣ್ಯರು ಶ್ರದ್ಧಾಭಕ್ತಿಯ ಚಾಲನೆ ನೀಡಿದರು. ಎಮ್ಮೆಮಾಡುವಿನಲ್ಲಿ ಶುಕ್ರವಾರ ಜುಮ್ಮಾ ನಮಾಜಿನ ಬಳಿಕ ದಫ್ ಪ್ರದರ್ಶನದೊಂದಿಗೆ ದರ್ಗಾಕ್ಕೆ ತೆರಳಿದ ಸಮುದಾಯ ಬಾಂಧವರು ಸಮಸ್ತ ಕೇರಳ ಮುಷಾವರ ಸದಸ್ಯರು ಹಾಗೂ ಕೊಡಗು ಜಿಲ್ಲಾ ನಾಯಿಬ್ ಖಾಜಿಗಳಾದ ಅಬ್ದುಲ್ ಫೈಜಿ ಅವರ ನೇತೃತ್ವದಲ್ಲಿ ಮಕಾಂ ಜಿಯಾರತ್ ಹಾಗೂ ವಿಶೇಷ ಪ್ರಾರ್ಥನೆ ಸಲ್ಲಿಸಿದರು. ಎಮ್ಮೆಮಾಡು ತಾಜುಲ್ ಇಸ್ಲಾಮಿ ಮುಸ್ಲಿಂ ಜಮಾತ್ ಅಧ್ಯಕ್ಷರಾದ ಹುಸೈನ್ ಸಕಾಫಿ ಅವರು ಧ್ವಜಾರೋಹಣ ನೆರವೇರಿಸಿದರು. ಬಳಿಕ ಎಮ್ಮೆಮಾಡು ತಾಜುಲ್ ಇಸ್ಲಾಂ ಮುಸ್ಲಿಂ ಜಮಾತ್ ಅಧ್ಯಕ್ಷ ಹುಸೈನ್ ಸಕಾಫಿ ಅಧ್ಯಕ್ಷತೆಯಲ್ಲಿ ನಡೆದ ಸಭಾ ಕಾರ್ಯಕ್ರಮವನ್ನು ನಾಯಿಬ್ ಖಾಜಿ ಅಬ್ದುಲ್ಲಾ ಫೈಜಿ ಉದ್ಘಾಟಿಸಿ ಮಾತನಾಡಿ, ಉರುಸ್ ಕಾರ್ಯಕ್ರಮ ಆಚರಣೆ ಎಂಬುದು ಮಹಾತ್ಮರಾದ ಅಲ್ಲಾಹುವಿನ ಔಲಿಯಾಗಳನ್ನು ಗೌರವಿಸಿ ಆಧರಿಸುವ ಒಂದು ಪುಣ್ಯ ಕಾರ್ಯವಾಗಿದೆ. ಔಲಿಯಾಗಳನ್ನು ಮುಂದಿಟ್ಟು ಅಲ್ಲಾಹುವಿನಲ್ಲಿ ಪ್ರಾರ್ಥಿಸಿದರೆ ಅದಕ್ಕೆ ಪ್ರತಿಫಲ ಸಿಗಲಿದೆ. ಆದ್ದರಿಂದ ಎಲ್ಲರಿಗೂ ಉರುಸ್ ಆಚರಣೆಯಲ್ಲಿ ಸಾಮೂಹಿಕ ಪ್ರಾರ್ಥನೆ ನೆರವೇರಿಸಲು ಅವಕಾಶ ಕಲ್ಪಿಸುವ ಒಂದು ಪುಣ್ಯ ಕಾರ್ಯವಾಗಿದೆ ಎಂದು ತಿಳಿಸಿದರು. ಮೊಹಮ್ಮದ್ ಕುಯಿ ಸಕಾಫಿ ಕೊಲ್ಲಂ ಹಾಗೂ ಅಬು ಸಹೀದ್ ಹುಸೈನ್ ಮೌಲವಿ ಕುಂಜಿಲಾ ಕಾರ್ಯಕ್ರಮಕ್ಕೆ ಶುಭ ಹಾರೈಸಿ ಮಾತನಾಡಿದರು. ಎಮ್ಮೆಮಾಡು ಮಸೀದಿಯ ಖತೀಬರಾದ ರಾಜಿಕ್ ಫೈಜಿ ಅವರು ಮುಖ್ಯ ಭಾಷಣ ನಡೆಸಿದರು. ಉರುಸ್ ಕಾರ್ಯಕ್ರಮದ ಅಂಗವಾಗಿ ಏಪ್ರಿಲ್ 17ರಿಂದ 24ರವರೆಗೆ ವಿವಿಧ ಧಾರ್ಮಿಕ ಕಾರ್ಯಕ್ರಮಗಳು ನಡೆಯಲಿದೆ. ಏಪ್ರಿಲ್ 20ರಂದು ಸೋಮವಾರ ಮಧ್ಯಾಹ್ನ ಸರ್ವಧರ್ಮ ಸಮ್ಮೇಳನ ನಡೆಯಲಿದ್ದು, ಈ ಕಾರ್ಯಕ್ರಮದಲ್ಲಿ ಧಾರ್ಮಿಕ ಪಂಡಿತರು, ರಾಜಕೀಯ ನೇತಾರರು ಮತ್ತಿತರ ಗಣ್ಯರು ಭಾಗವಹಿಸಲಿದ್ದಾರೆ. ಜಿಲ್ಲೆ, ಹೊರ ಜಿಲ್ಲೆ ಹಾಗೂ ಹೊರ ರಾಜ್ಯಗಳಿಂದ ಅಧಿಕ ಸಂಖ್ಯೆಯಲ್ಲಿ ಭಕ್ತಾದಿಗಳು ಪಾಲ್ಗೊಳ್ಳಲಿದ್ದು, ಸೋಮವಾರ ಸಂಜೆ 4ರಿಂದ 6 ಗಂಟೆಯವರೆಗೆ ಭಕ್ತಾದಿಗಳಿಗೆ ಅನ್ನದಾನ ಕಾರ್ಯಕ್ರಮ ನೆರವೇರಲಿದೆ. ಏಪ್ರಿಲ್ 24ರಂದು ಸಮಾರೋಪ ಸಮಾರಂಭ ಕಾರ್ಯಕ್ರಮ ನಡೆಯಲಿದೆ. ಈ ಸಂದರ್ಭ ಎಮ್ಮೆಮಾಡು ಜಮಾತ್ ಉಪಾಧ್ಯಕ್ಷರಾದ ಚರಮಂಡ ಮಾಹಿನ್, ಮಸೀದಿಯ ಮದರೀಸ್ ಹನ್ಜಾ ಸಕಾಫಿ, ಎಮ್ಮೆಮಾಡು ಜಮಾತ್ ಮಾಜಿ ಅಧ್ಯಕ್ಷರಾದ ಅಬೂಬಕರ್ ಸಕಾಫಿ, ಅಯ್ಯಂಗಿರಿ ಜಮಾತ್ ಅಧ್ಯಕ್ಷರಾದ ಸೈಯದ್ ಅಬ್ದುಲ್ ಖಾದರ್ ತನ್ಯಾಳ್ ಸೇರಿದಂತೆ ಮತ್ತಿತರರು ಉಪಸ್ಥಿತರಿದ್ದರು. തഖ്വയോടുകൂടി ജീവിക്കുകയും ചെയ്യുന്ന ഇസ്തിഖാമത്തുള്ളവരായി ജീവിക്കുന്ന വെറും തന്നെ അല്ലാഹുമായി തന്നെ ബന്ധപ്പെട്ടുകൊണ്ട് വെറും തന്നെ ആത്മീയമായി ഈ ലോകത്ത് ജീവിക്കുന്ന മഹാത്മാക്കളാണ് അല്ലാഹുവിന്റെ വലിയാകൾ. അത് എല്ലാവർക്കും സാധിക്കും, പരിശ്രമിക്കാൻ സാധിക്കുന്ന കാര്യമാണ് വലിയാകുക എന്നുള്ളത്. നേരെ പ്രവാചകനാകുക എന്നുള്ളത് അത് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകം തിരഞ്ഞെടുക്കപ്പെട്ട ആൾക്ക് മാത്രമേ ഈ നബിയെ പ്രവാചകൻ എന്ന് പറയപ്പെടുകയുള്ളൂ. അപ്പോൾ അല്ലാഹുവിന്റെ ഔലിയാക്കൾ ഇങ്ങനെ പരിശ്രമിച്ച് എവിടുന്നോ യമനിൽ നിന്നോ അല്ലെങ്കിൽ അദർവാത്തിൽ നിന്നോ ലോകമൊട്ടാകെ ചുറ്റി സഞ്ചരിച്ച് ഇവിടെ എത്തി മറപ്പെട്ട് കിടക്കുകയും ചെയ്യുന്ന അല്ലാഹുവിന്റെ ഔലിയാക്കൾ. ഒരു മഹാൻ പറഞ്ഞതാണല്ലോ, സക്കന്നാ ഫിൽ മസാജിദി വദ്ദബയാ. എന്റെ മനസ്സിൽ അല്ലാഹുവിനോടും അല്ലാഹുവിന്റെ റസൂലിനോടുള്ള മഹബത്തല്ലാതെ മറ്റൊന്നുമില്ല. അപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, അൽ മർഉ മഅ മൻ അഹബ്ബ. നീ ആരെ സ്നേഹിക്കുന്നോ അവരുടെ കൂടെ നീയും സ്വർഗത്തിലാണ്, അവരുടെ കൂടെയാണ്. അപ്പൊ ആ നായകൻ ഔലിയാക്കന്മാരെ സ്നേഹിച്ചപ്പോൾ കൊടുത്ത സ്ഥാനം ബഹുമാനപ്പെട്ട ശൈഖുന മഞ്ഞനാട് ഉസ്താദ് മുഹമ്മദ് ബിൻ മുസ്ലിയാരുടെ മർക്കദഹു മഹാനവരികളുടെ അവസരം പ്രസംഗിക്കുമ്പോൾ പറഞ്ഞു, അല്ലാഹുവേ, അസ്വാഭികത്തിന്റെ നായിക്ക് കൊടുത്ത സ്ഥാനമെങ്കിലും ഞങ്ങൾക്ക് നീ തന്നിരുന്നെങ്കിൽ എന്ന് പറയുമ്പോൾ സ്റ്റേജിലുണ്ടായിരുന്ന ഒരുപാട് ഷെയ്ഖുന താജുൽ ഉലമ എൻ്റെ ഉസ്താദ് കൂടിയാണ് സയ്യിദ് അബ്ദുർ റഹ്മാൻ അൽ ബുഖാരി. ഈ നാട്ടിലെത്തിയ മുഴുവൻ സയ്യിദന്മാരും സാദാത്തുകളും മഖാമിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. നടത്തുന്ന മഹത്തായ ശൈഖുനാ സൂഫി
ഷഹീദ് റളിയല്ലാഹു തആല അൻഹു അവരുടെ ഇബാദത്തിൽ ലയിച്ചു ചേർന്ന് ഇന്ന ലില്ലാഹി ഇബാദൻ ഫുസനാ തല്ലഖു ദുനിയാ വഖാഫുൽ ഫിതന അവര് ദുനിയാവിലെ തലാഖ് ചൊല്ലിയവരാണ്, അവര് ഫിത്നകളെ ഭയപ്പെട്ടവരാണ്. അവരെ സംബന്ധിച്ചിടത്തോളം അവർ അല്ലാഹുവിൽ ലയിച്ചു ചേർന്നവരാണ്. വമാ മഖ്സൂദുഹും ജന്നാത്തു അദ്നി വലൽ ഹൂറുൽ ഹിസാനു വലൽ ഖിയാമ സിവാ നദറിൽ ജലീൽ വദാമുനാഹും വഹാദാ മഖ്സദുൽ ഖൗമിൽ കിറാമി. അവർ സ്വർഗത്തിന്റെ തോട്ടങ്ങളല്ല, അവർക്ക് ഓട്ടോമാറ്റിക്കായി അത് ലഭിക്കും. അവർ ഹൂറിലീങ്ങളെ നോക്കിക്കൊണ്ടല്ല, അവർക്കത് ഇഷ്ടം പോലെ ലഭിക്കും. അവർ അല്ലാഹുവിനെ നോക്കാൻ, അല്ലാഹു അവരെ കാണാൻ, അല്ലാഹുവിനെ അവർക്ക് കണ്ടെത്തി വല്ലാതെ സന്തോഷിക്കാൻ ഉദ്ദേശിച്ചുകൊണ്ട് ജീവിച്ച മഹാന്മാരാണ്. ആ മഹാന്മാരുടെ അടുക്കലേക്ക് അനുസ്മരണവുമായി നാം എത്തിച്ചേരുമ്പോൾ തട്ടിപ്പുകാരായ വ്യാജന്മാരായ ആളുകളെ മാറ്റി നിർത്താനുള്ള തന്റേടവും യഥാർത്ഥ ഔലിയാക്കളെ അങ്ങേയറ്റം ബഹുമാനിക്കുന്നതിനുള്ള വലിയ മനസ്സും ഒരുമിച്ച് നേടിയെടുത്ത് السلام دائما على سيدنا محمد الذي تنحل به الوقت وتنفرد به القرب وتقضى به الحوائج وتنال به الرائب ورسم الخبائث ويستسقى الغمام بوجهه الكريم وعلى آله وصحبه بكل لمحة ونفس بعدد كل معلوم لك. أوصل اللهم صلاة قراءتنا طرفة بارنا وصلواتنا بعد القبول منا بعد القبول منا بفضلك والإحسان إلى حضرة روح نبينا المصطفى محمد صلى الله عليه وسلم إلى حضرات أرواح الأنبياء والأولياء والعلماء والشهداء وحضرات أرواح ساداتنا البديهين والمبدئين والخطبين والتبوكين وبقية الصحابة والقرابة كلهم أجمعين وإلى حضرة روح شيخنا وصلى الله على سلطان مهين
ಎರಡು ಸಾವಿರದ അവരുടെ സ്മരണകൾ ലോകത്ത് തയ്യാറാവുന്ന നാളുകൾ നൽകുന്നതാണ് എന്നുള്ളത് നമുക്ക് ഓരോരുത്തർക്കും അറിയാവുന്ന യാഥാർത്ഥ്യമാണ്. അവരുടെ സ്മരണകൾക്ക് മരണമില്ല. അവരുടെ ശുദ്ധീയായ വേർപാട് മാത്രമേ സംഭവിച്ചിട്ടുള്ളൂ. മറിച്ച് അല്ലാഹുവിന്റെ ഔലിയാക്കന്മാർക്ക് ആത്മീയമായ ഇടപെടലുകൾ നടത്താനുള്ള പ്രത്യേകമായ ആത്മീയമായ ശക്തി അല്ലാഹു നൽകിയിട്ടുണ്ടെന്നുള്ളത് പരിശുദ്ധമായ ഖുർആനിന്റെയും തിരുസുന്നത്തിന്റെയും മറ്റു കിതാബുകളുടെയും വെളിച്ചത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അതിന്റെ അടിസ്ഥാനത്തിൽ ഇസ്ലാമിക പ്രമാണങ്ങൾ നമുക്ക് വ്യക്തമാക്കി തന്നതാണ്. മഹാന്മാരുടെ കഴിവുകൾ ഒരു കാരണവശാലും മരണശേഷം മുറിഞ്ഞു പോവുകയില്ല. അതിനു മുമ്പായി നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ ആരാണ് മഹാന്മാരെന്ന് നമ്മളൊന്ന് മനസ്സിലാക്കണ്ടേ. കേവലം ഒരു പച്ച ഷാൾ എടുത്തുകൊണ്ട് തോളിലിട്ടുകൊണ്ട് ജപമാലയും പിടിച്ചുകൊണ്ട് അങ്ങാടിയിലൂടെ കേവലം ലാ ഇലാഹ ഇല്ലല്ലാഹ് സുബ്ഹാനല്ലാഹ് എന്ന തസ്ബീഹ് ഉച്ചത്തിൽ ചൊല്ലിക്കൊണ്ട് ആളുകളുടെ ശ്രദ്ധ ആകർഷിക്കുന്ന വിധത്തിൽ കറങ്ങി നടക്കുന്നവർ മാത്രമാണ് ഔലിയാക്കൾ എന്ന് ധരിച്ചു വെച്ചിരിക്കുന്ന ഒരു സമൂഹത്തിനിടയിലാണ് നമ്മൾ ഓരോരുത്തരും ജീവിച്ചിരിക്കുന്നത്. എന്നാൽ നിങ്ങൾക്ക് പിഴച്ച മുഖ്യങ്ങളെ ആരെങ്കിലും അങ്ങനെ ധരിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അതൊരിക്കലും സത്യമല്ല. മറിച്ച് അല്ലാഹ് അല്ലാഹ് എന്ന ആ ഒറ്റ ചിന്തയിൽ ഇലാഹിയായ സ്മരണയിലൂടെ ഇബാദത്തിലൂടെ കഠിനമായ പരിശ്രമം നടത്തി ഇബാദത്തുകൾ ചെയ്ത് അല്ലാഹുവിന്റെ ദിക്റുകളും ഫിക്റുകളും ശുക്റുകളുമായി ഒഴുകി അവന്റെ ആ ഒരു ചിന്തയിൽ മാത്രം കഴിച്ചുകൂടിയ അങ്ങനെ ആരാധനാ കർമ്മങ്ങളിൽ മുഴുകി അതുവഴി അല്ലാഹുവിന്റെ ആ ഒരു സാമീപ്യം കരസ്ഥമാക്കിയവരാണ്